വെൽക്കം ടു സ്റ്റഡി മെറ്റീരിയൽസ്. ഇത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ചാനലാണ്. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത ഉപകാരമുള്ള ചില വീഡിയോസൊക്കെ കിട്ടുമായിരിക്കും. അതുകൊണ്ട് പ്ലീസ്. ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്റർ ഹ. ഇങ്ങനെ സ്വാദ് നമ്മൾ പഠിച്ചില്ല, അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ലേ, ഇവിടെ വന്നിട്ട് താഴോട്ടേക്ക് വരാം. ഹ ഹ ഹ. ആദ്യം പഠിച്ച നമ്മൾ ഹ പഠിച്ചിട്ടുണ്ട്, അതല്ല ഹ, അത് ഹ, ഇത് ഹ. ഹ ഫതഹ ഇട്ടാൽ ഹ, 28th ലെറ്ററാണിത്. ഹ, ഹി, കെസറിട്ടാൽ ഹി, ലമ്മിട്ടാൽ ഹു, 2 ലമ്മിട്ടാൽ ഹുൻ, ഹ്. ഓക്കെ, ഹ ഹ ഹി ഹോ ഹുൻ ഹ്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണുന്നുണ്ടോ, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ റൗണ്ട് ചെയ്തിട്ട് പുറത്തോട്ടേക്ക് വരാം. ഓക്കെ, ഹ ഹ ഹി ഹോ ഹുൻ ഹ്, ഹ ഹി ഹോ ഹുൻ ഹ്. 10 തവണ എഴുതിയിട്ട് തറവാണം. അതിനുശേഷം നെക്സ്റ്റ് ലെറ്ററിലേക്ക് കിടക്കേണ്ട ആവശ്യമുള്ളൂ. ഹ കഴിഞ്ഞാൽ നമ്മൾ അറബി അക്ഷരമാലയിൽ ഏറ്റവും ലാസ്റ്റത്തെ ഒരു അക്ഷരമാണ് യാ. ഇതോടുകൂടി അറബി അക്ഷരങ്ങൾ സ്റ്റോപ്പ്, കഴിഞ്ഞു. 29 അക്ഷരങ്ങളാണ് ഉള്ളത്. ഓക്കെ, യാ യാ നമുക്കറിയാലോ, യാ യാ ആണ് ഇത് വെച്ചത്. യാ അക്ഷരത്തിൻ്റെ പേര് യാ. യാ ഒരു കൊക്ക പോലെ അല്ലേ, ഉൾട്ട എഴുതിയിട്ട് ഒരു കൊക്ക പോലെ അടിയിൽ 2 ഡോട്ട് ഇട്ടാൽ ഈ യു യുൻ യ്. ഓക്കെ, ഇതേപോലെയാണ് യാ എഴുതുന്നത്. ഇത് എഴുതാൻ നോക്കി മനസ്സിലാക്കണം. യാ യാ ഈ യോ യുൻ യ്, യാ യാ ഈ യോ യുൻ യ്, യാ യാ ഈ യോ യുൻ യ്. നമ്മൾ 29 അക്ഷരങ്ങളിലെ അക്ഷരമാല കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഒരു അക്ഷരമുണ്ട്. അക്ഷരം എന്ന് പറഞ്ഞാൽ ഇപ്പം ലാമും അലിഫും. എന്ത് വായിക്കും? ലാ എന്ന് വായിക്കും, അല്ലെങ്കിൽ അലിഫും ലാമും. ലാം അലിഫിന് ലാമും അലിഫും, അത് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ലാം അലിഫ്. ഇതിൻ്റെ പേര് ലാം അലിഫ്. ലാമും അലിഫും കൂടിയിട്ടുള്ളൊരു അക്ഷരമാണ് ലാം അലിഫ്. കണ്ടോ, ലാം അലിഫിന് ഫതഹും കസ്റും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അത് ലാമും അലിഫും 2 അക്ഷരമാണല്ലോ, അപ്പോൾ ഫതഹും കസ്റും ഇടാൻ പാടില്ല. ചിലപ്പോൾ ല് ആന്ന് വരും, ചിലപ്പോൾ ആ ല് ആന്നൊക്കെയാണ് ഇത് വരാൻ, ലാമും അലിഫും. നമ്മളതിന് ചിഹ്നങ്ങൾ ചേർത്ത് പഠിക്കുന്നില്ല. ലാം അലിഫ്, ലാം അലിഫ്, ലാം അലിഫ്, ലാം അലിഫ്, ലാം അലിഫ്, ഇങ്ങനെ പഠിക്കുന്നത്. ഓക്കെ, 29 അക്ഷരങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി വീഡിയോയിൽ കംപ്ലീറ്റ് പറഞ്ഞുതരാം. അലിഫ് ഹംസ, ഫസ്റ്റ് പഠിച്ചത് ഹംസ, ഹംസ ഇത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ, ഇതാണ് ഹംസ എന്ന് പറയുന്നത്. ഹംസ എന്ന് പറഞ്ഞൊരു ചിഹ്നം പോലത്തെ ഒരു അക്ഷരമാണ്. ഓക്കെ, ഹംസ. ഇത് മേലെ അലിഫ്, ഇത് അലിഫ്. അലിഫിൻ്റെ മേലെ ഹംസ ഇട്ടിട്ട് അലിഫ് എന്ന് വായിക്കുന്നു. പിന്നെ ആ ഈ ഫതഹ അറിയാലോ, ഫതഹ കസ്റ നമ്മൾ അറിയാലോ, ഒരു ലൈൻ. അതിന് മേലെ ഒരു അക്ഷരം എന്നുള്ള ചിന്തയിലാണ് ഈ ലൈൻ ഇടുന്നത്. മുകളിലൊരു വരട്ട ഫതഹ, അടിയിലൊരു വരട്ട കെസറ്, മുകളിൽ ലമ്മിട്ടാൽ ഓ വായിക്കും. ആ ഈ ഓ ഉൻ എ. മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അതേപോലെ അലിഫിന് ആ ഈ ഓ ഉൻ എ. രണ്ടാമത്തെ അക്ഷരം ബാ ബാ ബാ. ഓക്കെ, ബ ബി ബു ബുൻ ബ്. മൂന്നാമത്തെ അക്ഷരം താ താ തി തു തുൻ ത്. നാലാമത്തെ അക്ഷരം സാ. ഒരു താ എന്ന് പറയുന്നതിനോട് കൂടി ടച്ച് ചെയ്യാണ്ട്, താ എന്ന് പറയുമ്പോൾ ടച്ച് ചെയ്യുന്നത് സ, അത് ടച്ച് ചെയ്യാണ്ട് നാവും അണ്ണാക്കും കൂടി സാ, പല്ലോ അങ്ങനെ കൂടി ടച്ച് ചെയ്യാണ്ട് പറയുന്നതാണ് സാ. ഒരു എയർ പോകുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ലെറ്റർ സ, സ, സി, സോ, സിൻ, സ്. പിന്നത്തേത് ജീമ്, ജ, ജി, ജു, ജുൻ, ജ്, ഹ, ഹ, ഹൈ, ഹ, 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 ഹ.
ഖ ഖ ഖ ഖുൻ